ഫീസും കാര്യങ്ങളും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഡോളറിന്റെ റേറ്റ് ഒക്കെ മാറി. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന പൈസയുടെ റേറ്റ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഇടിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ആദ്യം റഷ്യൻ, അതായത് റൂബിളായിരുന്നു ഇടിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് 1000 ഇട്ട് കഴിഞ്ഞാൽ അതിനപ്പുറം കിട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം നമ്മുടെ ഇന്ത്യൻ മണിയുടെ മൂല്യം അങ്ങോട്ട് ഇടിഞ്ഞു. അത് വല്ലാത്തൊരു ഇടിവായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ കുറവാണ് ഇവിടെ കിട്ടുന്നത്. സോ വീട്ടുകാർ അതനുസരിച്ച് കൂടുതൽ ഇടേണ്ടി വരും. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫാമിലി ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്ന സമയമാണ്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, സേഫ് അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, സേഫ് അല്ലേ. നാട്ടിലെ ന്യൂസിൽ ഇങ്ങനെയൊക്കെ പറയുന്നു, റഷ്യയിൽ എവിടേക്ക് അറ്റാക്ക് നടന്നു എന്ന് പറയുന്നു, നിങ്ങളുടെ അവിടെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ, എന്തെങ്കിലും പറ്റിയായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജും കോൾസും ഒക്കെ വരുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ നെറ്റ് ഫുള്ളി അങ്ങ് ഓഫ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ആരെയും വിളിക്കാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല, നോർമൽ കോൾ മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളും ഭയങ്കരമായിട്ട് പാനിക് ആയിട്ടുണ്ട്. കാരണം അയ്യോ എന്ത് പറ്റി നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ വീട്ടുകാർ അതിലും പാനിക്കായി. കാരണം പെട്ടെന്നാണ് ഈ ഓഫ് ആവുന്ന നെറ്റ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വീട്ടുകാരെ ഒന്ന് ഇൻഫോം ചെയ്യാൻ പോലും പറ്റത്തില്ല. അത് ഇനി കുറച്ച് നേരത്തിന് ചിലപ്പോൾ നെറ്റ് വർക്ക് ചെയ്യത്തില്ലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര ഒരു സ്ട്രെസ്ഡ് ആയിരുന്നു ഒരു വർഷം എന്ന് പറയുന്നത്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് യുദ്ധം നടക്കുന്നു എവിടെയോ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. നമുക്ക് അറിയത്തില്ല ഇവിടെ വാർ നടക്കുന്നു എന്ന് പോലും. നാട്ടിൽ നിന്ന് ന്യൂസ് പേപ്പറിൽ ഇത് കണ്ടു അല്ലെങ്കിൽ ന്യൂസിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ, ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന്. ഇപ്പം നമ്മൾ യൂസ്ഡ് ആയി. വാട്സപ്പ് വർക്ക് ചെയ്യത്തില്ല, യൂട്യൂബ് വർക്ക് ചെയ്യത്തില്ല, ഇൻസ്റ്റഗ്രാം വർക്ക് ചെയ്യത്തില്ല, ടെലിഗ്രാം വർക്ക് ചെയ്യത്തില്ല. ഇതൊക്കെ VPN ഉണ്ടെങ്കിലേ വർക്ക് ആവത്തുള്ളൂ എന്ന് പറയുന്ന സിസ്റ്റത്തിനോട് ഞങ്ങൾ എല്ലാവരും യൂസ്ഡ് ആയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഞാനിവിടെ വന്ന് 4th ഇയർ ആയപ്പോഴത്തേക്കിനും എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. ചിക്കൻ ബോക്സ് പിടിച്ചപ്പോഴത്തേക്കും നേരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 10 ദിവസം ഞാനിവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ 5-6 പേരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ 6 പേരും അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഡേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നെ ഫസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സ്, ഐ തിങ്ക് ഒരു 4 ദിവസം ഞാൻ റഷ്യൻ്റെ കൂടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ചെക്കൻ്റെ കൂടെയൊക്കെ താമസിക്കുക എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇവിടെ ഭയങ്കര ഇക്വാലിറ്റി ഉള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ ആണും പെണ്ണും ഒരു മുറിയിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര നോർമലൈസ്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് വന്നിട്ട് അവരുടെ അടുത്ത് അങ്ങോട്ട് ഞാനിങ്ങനെ എനിക്ക് പറ്റത്തില്ല എന്ന് ആദ്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പറ്റത്തില്ല, പിന്നെ എവിടെ താമസിക്കും എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ എനിക്ക് അറിയൂല എന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. അവൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, നടുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ പോലൊരു സംഭവം വെക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് 2 പേർക്കും പേഴ്സണൽ പ്രൈവസി ഉണ്ട്. പിന്നെ അറ്റാച്ച്ഡ് വാഷ്റൂംസ് ആണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിക്കോട്ടെ അത് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു സ്ക്രീൻ. പിന്നെ ആ ഒരു പേഴ്സണെ കൊണ്ട് എനിക്ക് വലിയ ഒന്നും ഉണ്ടായിട്ടില്ല. അവൻ ആ ഒരു കട്ടിലിൽ ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ കട്ടിലിൽ അലമ്പായിരുന്നു. കാരണം ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ഇരുന്ന് വർത്തമാനവും ചിരിയും കളിയും ബഹളവും മേളാങ്കും ഒക്കെയാണ്. അപ്പോൾ ഒരു 8 മണി കഴിയുമ്പോൾ നേഴ്സ് വന്നിട്ട് പറയും ഇതിനിടെ ഉറങ്ങാറായില്ലെന്ന് ചോദിക്കും. ഇവിടുത്തെ ഡിന്നർ 6 മണിക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്കൊന്ന് 8 മണിക്ക് കണ്ടാന്ന് തോന്നുന്നു. 8 മണിയാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ലഞ്ച് 12 മണിക്ക്, ഡിന്നർ 6 മണിക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നുമില്ല. നമുക്കെന്ന് പറയുമ്പം 6 മണിക്ക് ഡിന്നർ കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പം നമ്മൾ ഡിന്നർ കഴിച്ചാൽ നമുക്ക് വിശക്കും. സോ രാത്രി 12 മണിക്കും എൻ്റെ ഭാഗത്തു നിന്ന് കറുമുറ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു അവന്. കാരണം ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുന്നതിന് ശബ്ദം. പിന്നെ ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല. നല്ല രസമായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും. അവളൊരു 12 മണി വരെ എൻ്റെ കട്ടിൽ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ റൂമിൽ ഇപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് ഇന്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിരുന്ന അന്താശ്ശേരി കളിയായിരുന്നു. 2 ദിവസം അന്താശ്ശേരി കളിച്ച് അടിച്ചു വെളിയിൽ കളഞ്ഞു. നേഴ്സ് പറഞ്ഞു ഇവിടെ നടക്കൂല, ഇവിടെ 8 മണിയാകുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങിയിരിക്കണം. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒളിച്ചും പാത്തും റൂമിൽ വന്നിരുന്നു ഇങ്ങനെ സംസാരം കഴിപ്പുമായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ശല്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അവളുടെ റൂമിലോട്ടാക്കി. അവിടെ നിന്ന് 2-3 പേര് ഡിസ്ചാർജ് ആയി പോയപ്പോഴത്തേക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടെ പോലും ചിക്കൻ ബോക്സ് ഇവിടെ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് പിടിച്ചപ്പം ഞാൻ ആകെ തകർന്നു പോയായിരുന്നു. കാരണം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്തിനെങ്കിലുമൊക്കെ വീട്ടുകാരുണ്ടെന്ന് പറയാം. പക്ഷെ ഇവിടെ ഒന്നുമില്ല, നമ്മളെല്ലാം തന്നെയാണ്. സോ അത് വല്ലാത്തൊരു ഹാർഡ് ഫേസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. എനിക്ക് ആ ചിക്കൻ ബോക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയായിരുന്നു. കാരണം ഇന്ന് ഞാൻ കടന്നുപോയ മാനസികാവസ്ഥ എനിക്ക് ഒരു ഓപ്പോസിറ്റ് ഒരു പേഴ്സണിൻ്റെ അടുത്ത് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അറിയത്തില്ല. അത് വല്ലാത്തൊരു മെൻ്റലി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയി പോയൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന മൊമെൻറ്റിലാണ് ഞാൻ
എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഇന്ന് ചർച്ചകളൊക്കെ നടത്തിയിട്ട് നമുക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ടും നമുക്ക് ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 2 ആഴ്ചത്തോളം ഉണ്ട്. ഞാൻ മൊത്തത്തിൽ ചിക്കൻ ബോക്സ് എല്ലാം കഴിഞ്ഞിറങ്ങുന്ന 22 ദിവസം കഴിഞ്ഞിട്ടാണ് ക്വാറന്റൈനും കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ ഈ 22 ദിവസം നമ്മൾ ആ മുറിക്കകത്തിരുന്ന് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, കഴിക്കുക, ഉറങ്ങുക, കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ മാത്രമേ ഉള്ളല്ലോ. കുക്ക് ചെയ്ത ആൾക്കാരും കൊണ്ട് തരുമായിരുന്നു, ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ. ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് യൂട്യൂബിൽ നല്ല ഭാവി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചർച്ചകളൊക്കെ നടത്തിയിട്ട് അവൾ പറഞ്ഞു, നീ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പതിയെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. ഞാൻ 2026 തൊട്ടാണ് കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്, വീഡിയോ ഇടാൻ നല്ല രീതിയിൽ തുടങ്ങുന്നത്. ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പോയപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു ഹോളിഡേ ഒക്കെ ഉണ്ടായിരുന്നു, ന്യൂ ഇയറിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മുടെ ക്ലാസ് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് സെം തൊട്ട് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അന്നാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ ഡെപ്ത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു മൊമെൻറ്റിലാണ്. ഇതെന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും. കാരണം ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ള സമയത്ത് ഞാനിങ്ങനെ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നൊക്കെ ചിന്തിക്കും. FMGനെ പറ്റി ആലോചിക്കുമ്പം, ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഇതൊന്നും കൂട്ടിയാൽ കൂടൂല എന്ന് ഇപ്പം ആലോചിക്കും. അന്നെന്ന് പറയുമ്പം ഓരോ ദിവസവും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു ക്ലാസ്സിൽ ഒരു ദിവസം ആബ്സെൻ്റ് ആവാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്കൊരു സബ്ജക്റ്റിൽ ഒരു മാസത്തിൽ ഒരു ദിവസം ആബ്സെൻ്റ് ആവാൻ പറ്റത്തുള്ളൂ. ഒന്നിൽ കൂടുതൽ ആബ്സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടീച്ചർ എന്താണ് പറഞ്ഞാൽ അത് ചെയ്യണം. ചിലപ്പോൾ 10 പേജ് എന്താണ് ആബ്സെൻ്റ് ആയ ആ ടോപ്പിക്ക് ഇങ്ങനെ എംപോസിഷൻ പോലെ ഒരു 10 പേജിലാക്കി ആ ഒരു ടോപ്പിക്ക് മൊത്തം എഴുതിയിട്ട് കൊടുത്തിട്ട് ഓറലും നമ്മൾ പറഞ്ഞും കേൾപ്പിക്കണം. അത് അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അത് ക്ലിയർ ചെയ്ത് തരത്തുള്ളൂ. പലരും ഇവിടെ ഇങ്ങനെ ആബ്സെൻ്റ് ആയിട്ട് ഒരുപാട് ആബ്സെൻസ് എടുത്തിട്ട് എക്സ്പെല്ലായി പോയിട്ടുള്ളവരുണ്ട്, അവർ എക്സ്പെല്ലാക്കി വിട്ടിട്ടുള്ളവരുണ്ട്. സോ ആബ്സെൻ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ എന്നും പേടി സ്വപ്നമാണ്. ഞാൻ ഒന്നും ആബ്സെൻ്റ് അങ്ങനെ എടുക്കത്തേ ഇല്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് എക്സ്ട്രീം പേടി. ഞാൻ ഓൾറെഡി ഒരു പേടിച്ചുകൊണ്ടിയാണ്. അപ്പോൾ അതിലൂടെ ഞാൻ ഈ ആബ്സെൻസും എടുത്തു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എന്നായിരിക്കും എന്നെ എക്സ്പെല്ലാക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് ആണെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കും അടുത്ത ക്ലാസ്. ആ ഹോസ്പിറ്റലിൽ പോകണം 1 മണിക്കൂർ ചിലപ്പോൾ ട്രാവൽ ചെയ്തിട്ട് പോകേണ്ടി വരും. ആ ട്രാവൽ ചെയ്യണമെങ്കിൽ ബസ് കിട്ടണം, 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആബ്സെൻ്റ് ആണ്. നമ്മൾ ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ ആ ടീച്ചർ ആബ്സെൻ്റ് ഇട്ട് വെക്കും. അവർക്ക് ഒരു ദാക്ഷിണ്യമില്ല. നമ്മൾ 1 മിനിറ്റ് ലേറ്റ് ആയാലും ആബ്സെൻ്റ് ആക്കുന്ന ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. 8 മണിക്കത്തെ ക്ലാസ്സിന് 8:01 ആ ക്ലാസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആബ്സെൻ്റ് ആണെന്ന് പറയാറുണ്ട് ചില ടീച്ചേഴ്സ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, എങ്ങനെ ഞാനിവിടെ കഴിഞ്ഞു കൂടി പോകും തമ്പുരാനെ എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം ചില ക്ലാസ്സിനൊക്കെ എനിക്ക് ഇവിടെ നടന്നു പോകേണ്ട ക്ലാസ് ഉണ്ട്. അതിനൊക്കെ ചിലപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റൊക്കെ ലേറ്റ് ആവും. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത് തന്നെ. ആബ്സെൻ്റ് ഇടുവോ. ചിലപ്പോൾ ടീച്ചേഴ്സ് ലേറ്റ് ആവും, അതിന് പ്രശ്നമില്ല, നമ്മൾ ലേറ്റ് ആവരുത്, അതാണ് ഇവിടുത്തെ റൂള്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെക്ചർ കാണും. ചിലപ്പോൾ ഒരു ദിവസം 2 ലെക്ചർ കാണും. അയ്യോ വല്ലാത്ത കഷ്ടമായിരുന്നു. കാരണം ഒരു ദിവസം രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറുന്നത് ചിലപ്പോൾ 5 മണിക്കായിരിക്കും. ആ സമയത്തൊക്കെ തിരിച്ചു വരിക, നേരെ പോയി എന്തെങ്കിലും കുക്ക് ചെയ്യുക, കഴിക്കുക, നാളത്തേക്കിനും ചെയ്യേണ്ടത് എഴുതണം, പഠിക്കണം, വീട്ടിൽ വിളിക്കണം, അതിനിടയ്ക്ക് കുളിക്കണം, തുണി കഴുകണം. ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ഭ്രാന്താകുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതും കൊണ്ട് തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കും. എന്ത് കുക്ക് ചെയ്യുമെന്ന് ഓർത്ത് ഒട്ടും സമയം കിട്ടത്തില്ല. എല്ലാം ഇങ്ങനെ ചെയ്യണം. നമ്മളിങ്ങനെ താളത്തിന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ താളത്തിന് അവിടെ ഇരിക്കാം. അതുപോലെ നേരത്തെ കിടന്ന് ഉറങ്ങിയാലേ എണീക്കാൻ പറ്റത്തുള്ളൂ. അലാറം അടിച്ച് കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലോട്ട് വരേണ്ട പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരുന്നാൽ മതി. അതാണ് ഇവിടുത്തെ കഥ. നമുക്ക് അങ്ങനെ നാട്ടിലത്തെ പോലെ 80%, 90% ഒന്നുമില്ല. ഒരു മാസത്തെ ഒരു ദിവസം ആബ്സെൻ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് സൈക്കിള് പോലെയാണ്. 2 ആഴ്ച ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു സബ്ജക്റ്റിൽ 2 ആഴ്ചയിൽ ഒരു ആബ്സെൻ്റേ പറ്റത്തുള്ളൂ. അതും ചില ടീച്ചേഴ്സ് അക്സെപ്റ്റ് ചെയ്യും. ഗൈനക്കോളജി, തെറാപ്പി, സർജറി, ഇത് 3നും നമുക്ക് ആബ്സെൻസ് ഒട്ടും എടുക്കാൻ പറ്റത്തില്ല. ഒരെണ്ണം പോലും പറ്റത്തില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറ്റത്തേയില്ല. നമ്മൾ ആബ്സെൻറ്റ് എന്ന് പോലും പറയണ്ട, നടക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ക്ലാസ്സുകളൊക്കെ. കാരണം ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളാണ്. അപ്പോൾ ഈ ടൈറ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളിനുള്ളിൽ നമ്മൾ കുക്ക് ചെയ്യണം, നമ്മൾ കുളിക്കണമെങ്കിൽ കുളിക്കണം, ഡ്രസ്സ് വാഷ് ചെയ്യണം, എഴുതണം, പഠിക്കണം. ഇതൊക്കെ മസ്റ്റാണ്. എഴുതണം, പഠിക്കണം, കഴിക്കണം, വീട്ടിൽ വിളിക്കണം, ഉറങ്ങണം. ഇതൊക്കെ എങ്ങനെ കടന്നു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഇയർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളായിരുന്നു. അപ്പോൾ ഈ സ്കെഡ്യൂൾ അനുസരിച്ചായിരിക്കും ഇനി 6 വർഷം നമ്മൾ ജീവിച്ച് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങിയ മൊമെൻറ്റിൽ എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആക്കാൻ തുടങ്ങി.
അതുപോലെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാക്കി തുണി കഴുകുന്നത്. കുളിക്കാൻ പോകുന്നത് പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് തിരിച്ചു വരിക. നാട്ടിൽ വെച്ച് ഇങ്ങനെ സോപ്പൊക്കെ തേച്ച് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് കുളിച്ച് ഇറങ്ങാനായിട്ടൊക്കെ തുടങ്ങി. പിന്നെ പോകെ ടൈം സ്കെഡ്യൂൾസ് ഒക്കെ ഓക്കെ ആവാൻ തുടങ്ങി. നമ്മളെ സർജറി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അതൊക്കെ ഭയങ്കര വല്ലാത്തൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോറൻസിക് ആയിരുന്നു വേറെ ലെവൽ എക്സ്പീരിയൻസ്. ഞാൻ ആ ദിവസം ഇറങ്ങി ഒറ്റ ഓട്ടമായിരുന്നു. ഓടി ഞാനിങ്ങനെ വന്നു. കാരണം നമുക്ക് 5-6 ബോഡി ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലടത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ചിലടത്ത് നമ്മൾ ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. അപ്പം അതൊക്കെ വന്നിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമായിട്ട് ഞാൻ ഈ ഡെഡ് ബോഡീനെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഓർമ്മ വന്ന് അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. 2 ആഴ്ച ഫോറൻസിക്കിന് പോയി അതങ്ങ് തഴമ്പിച്ചു എന്ന് പറയത്തില്ലേ, അങ്ങനെയായി. പിന്നെ സർജറി സ്റ്റിൽ ഇപ്പോൾ ഓൺഗോയിങ് ആണ്, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. ഞാനിപ്പം 5th ഇയറിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതിലിങ്ങനെ വന്ന് നിൽക്കുവാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫാമിലീനെ മിസ് ചെയ്യും ഈ വിശേഷ ദിവസങ്ങളിൽ വന്നിട്ട്. ഈസ്റ്റർ ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ഇതിനെല്ലാം ഫാമിലീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. വീട്ടുകാർ ചിലപ്പം ഫാമിലി മൊത്തത്തിലുള്ള ഗ്യാതറിംഗ് ഒക്കെ വെക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു വിഷമമാണ്. അയ്യോ അവിടെ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയതുകൊണ്ട് തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു സംതിങ് ഇറ്റ്സ് ഫോർ സംതിങ് ഗുഡ് എന്ന് പറയുന്ന ഒരു കാര്യം മൈൻഡിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ എൻ്റെ ഒരു ജേർണിയിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു MBBS ജേർണി എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ തന്നെ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചെടുത്തൊരു ഡിസിഷനാണ്. ഇതിനകത്ത് എൻ്റെ പേരൻസിൻ്റെ ആയിക്കോട്ടെ ആരുടെയും ഒരു കൈകടത്തും ഇല്ല. ഞാൻ സ്വയം പോയിരുന്ന് ചിന്തിച്ച് എടുത്തൊരു ഡിസിഷനാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഒരു ദിവസം ആലോചിച്ച് എനിക്കിത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലോട്ട് കയറിയിട്ടുള്ളത്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുമ്പം മോസ്റ്റ്ലി പെമ്പിള്ളാരിലാണ് ഞാൻ അത് കേട്ടിട്ടുള്ളത്. മാട്രിമോണിയിൽ ഹൈ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പറ്റി അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചിലർ വന്നിട്ട് വീട്ടുകാർ ഫോഴ്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളവരുണ്ട്. ചിലർ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്തിനെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളവരുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടപ്പം എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമാണ്, എനിക്കറിയാവുന്ന ഏതൊരു വ്യക്തിയും ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന എൻ്റെ കസിൻസ് ഒരുപാട് പേരുണ്ട്. അവർ പ്ലസ് 1 പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവളുമാരുടെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ മൈൻഡ് എന്താണ് നിന്നോട് പറയുന്നത്, നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് നിനക്ക് തോന്നുന്നു അതിന് വേണം പോകാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഞാനിതാണ്. എൻ്റെ വേറൊരു കസിൻ ഉണ്ട്, അവളിപ്പോൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ നഴ്സിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇന്നയാൾ ഇന്നത് പഠിക്കുന്നു, ഇന്നയാൾ ക്യാബിൻ ക്രൂ ആണ്, ഇന്നയാൾ ടീച്ചറാണ്, ഇന്നയാൾ അതാണ്, ഇന്നയാൾ എഞ്ചിനീയറാണ്. ഒരിക്കലും വേറൊരാളെ വെച്ച് നമ്മൾ നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ വേറൊരാൾ എന്ത് പഠിക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാവരുത് നിങ്ങൾ ഒരു കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ ആകേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, എല്ലാം അതിന് വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ വേറൊരാളുടെ ഇൻഫ്ലുവൻസോട് കൂടെ ലൈഫിൽ ഒരു ഡിസിഷനും എടുക്കരുത്. എസ്പെഷ്യലി കരിയർ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഐ നോ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും, എനിക്കിതായിരുന്നില്ല, ഞാൻ അത് എടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. അപ്പം ആരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത്. ഇൻഫ്ലുവൻഷ്യൽ ആവാം, പക്ഷേ അതൊരു ലിമിറ്റ് വരെ. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ പറയുകയാണ് ഇന്നതായിക്കൂടെ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ സ്വയം ഒരു അവലോകനം നടത്തുക. എനിക്കുള്ളതാണോ, എൻ്റെ കപ്പ് ഓഫ് ടീ ആണോ എന്നുള്ളത്. എന്നിട്ട് ഇറ്റ്സ് മൈ കപ്പ് ഓഫ് ടീ എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് വിത്ത് ഇറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് തിരഞ്ഞെടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു സോളിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാൾ ഇന്നത് ചെയ്യുന്നു, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നെയ്ബർ ഇന്നത് ചെയ്യുന്നു, സിസ്റ്റർ ഇന്നത് ചെയ്യുന്നു, ബ്രദർ ഇന്നത് ചെയ്യുന്നു, കസിൻ ചേച്ചി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും എടുക്കാനുള്ളതല്ല ഒരു പ്രൊഫഷനും. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിന് ഡിഫറൻറ്റ് ആണ് കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പം സമ്മർ വെക്കേഷൻ്റെ സമയമാണ്, അടിപൊളി ഒരു സമയമാണ്. അതായത് എന്താ പറയുക, +2 പഠിച്ചിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം
നമുക്ക് കുറച്ചും കൂടെ ഏത് കോഴ്സായിരിക്കും നമുക്ക് ആപ്റ്റ് ആവുന്നത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ ഒരിക്കലും പൈസ കൊടുത്ത് ഒരിടത്ത് പോയി സെഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് യൂട്യൂബിലായിക്കോട്ടെ എല്ലായിടത്തും ഇപ്പം ഒരുപാട് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ സ്വയം അവലോകനങ്ങൾ നടത്തുക, എന്താവണം എന്നുള്ളതിൽ, എന്തെടുക്കണം എന്നുള്ളതിൽ. പിന്നെ ബാക്കിയുള്ള കുഞ്ഞു മക്കളൊക്കെ സമ്മർ വെക്കേഷൻ അടിച്ച് പൊളിക്കുക. നിങ്ങൾ സ്പോയിൽ ചെയ്യാതെ നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ജേർണീനെ പറ്റി ഞാൻ തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.